വട കഴിച്ചിട്ടുണ്ടോ? വട കഴിച്ചിട്ടില്ല. വട കാണുന്നുണ്ടോ നോക്കട്ടെ. വട കഴിച്ചിട്ടില്ല, വട കാണുന്നുണ്ടോ നോക്കട്ടെ. ഇന്നത്തേക്കുള്ള എന്നെ കൊണ്ടേ പറ്റൂ. ഫുഡ് വാരി. ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തുടക്കം തന്നെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ആരെ കുറിച്ചിട്ടാണെന്നുള്ളത്. കാരണം ഇപ്പൊ ഈ ഒരു വട വിവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ഒരു മീഡിയക്കാരൻ രേണുസുതിയോട് ചോദിക്കുന്നു വട കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതിന് രേണുസുതി പറയുന്ന ഒരു ഹൈലൈറ്റ് മറുപടിയാണ് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം ഇവക്ക് പിന്നെ നാണവും മാനവും ഉളുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വട കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ അതിന് പറയുന്ന മറുപടി, അയ്യോ എന്റെ വട കാണുന്നുണ്ടോ എന്ന് നോക്കട്ടെ എന്നാണ് പറയുന്നത്. ഇവളോട് എന്ത് സംസാരിച്ചാലും അത് ഡബിൾ മീനിങ്ങിലാണ് ഇവൾ അതിന് മറുപടി പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയം എടുത്ത് എല്ലാ യൂട്യൂബേഴ്സും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വട വിഷയത്തെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. ഓൾറെഡി എല്ലാവരും ഒക്കെ ചെയ്ത വീഡിയോ ആണ് എങ്കിൽ പോലും എനിക്ക് എന്റെ അഭിപ്രായം കൂടെ പറയണം എന്ന് തോന്നിപ്പോയി. കാരണം അമ്മാതിരി അപരാധമാണ് ഇവള് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൾ ഓരോ ദിവസം ചെല്ലും തോറും ഇവളുടെ ഈ ഒരു വൾഗാരിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഇവള് പറയുന്നുണ്ട്, എന്നെ ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല, എനിക്കൊരു ചുക്കുമില്ല, ഞാൻ പറന്നുകൊണ്ടേ ഇരിക്കും എന്നൊക്കെ പറയുകയും ചെയ്യും. എന്നിട്ട് ആരെങ്കിലും ഇവക്കെതിരെ എന്തെങ്കിലും പറയുമ്പോൾ അതിന് മറുപടി ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ വന്ന് വീഡിയോ ഇടും. അതുപോലെ തന്നെ ഇവള് പറയുന്നുണ്ട്, എന്നെ നേരിട്ട് വന്ന് അടിച്ചാലോ പിച്ചിയാലോ നുള്ളിയാലോ എനിക്ക് വേദനിക്കും, അല്ലാതെ ആരെന്ത് എന്നെ കുറിച്ച് പറഞ്ഞാലും എനിക്ക് ഒരു ചുക്കുമില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എത്ര പ്രാവശ്യം ഇവള് എനിക്ക് മറുപടി ആയിട്ട് ഇവളുടെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് SP വ്ലോഗ് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഇവക്ക് നെഗറ്റീവ് ഒന്നും ഇവള് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഇവക്ക് ഇവളുടെ വഴിക്ക് അങ്ങ് പോയാൽ പോരെ. ഇത് ആരിവളെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഉടനെ അതിനൊക്കെ വന്ന് മറുപടി പറയും. എനിക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്, ഷെഫീനത്തേക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞിടെ സീക്രട്ട് ഏജന്റ് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വന്ന് മറുപടി കൊടുത്തിട്ടുണ്ട്. ആറാട്ടണ്ണൻ അയാൾക്ക് മറുപടി കൊടുത്തു. അങ്ങനെ ഇവള് പറയും എന്നെ നെഗറ്റീവ് ആര് പറഞ്ഞാലും ഞാൻ കാണില്ല എന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് അതെല്ലാം തച്ചിനിരുന്ന് കണ്ടിട്ട് നമുക്കുള്ള മറുപടി അവള് തന്നെ അവളുടെ ഇൻസ്റ്റഗ്രാമിൽ വന്ന് തരും. ഇവൾ ഒന്നാമത്തെ കാര്യം നാക്കെടുത്ത് വളച്ചാൽ നുണയും വൃത്തികേടും അല്ലാതെ ഇവളുടെ വായിൽ നിന്ന് വരത്തില്ല. അപ്പോ എന്തായാലും ഇവളുടെ കുറച്ച് അഴിഞ്ഞാട്ട വീഡിയോസ് ഉണ്ട്, നമുക്കത് കാണാം. വണ്ടി വരുന്ന അവർ പൊക്കട്ടെ. പക്ഷേ മുഹൂർത്തം എത്ര മണിക്ക്? മുഹൂർത്തം 5:30 പറഞ്ഞത്. 5:30 വന്നോന്നല്ലോ എല്ലാവരും. അപ്പൊ കണ്ടല്ലോ, ഇപ്പൊ ഇവനുമായിട്ടുള്ള റീൽസും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവനുമായിട്ട് എന്തോ ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണ് കേട്ടോ. ഇതിനു മുന്നേ പ്രതീക്ഷയുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, വേറെ ഒരുപാട് പേരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇവൻ ഈ ഒരു ആൽബത്തിൽ ഇവളുടെ കൂടെ അഭിനയിക്കുന്ന ഒരുത്തനാണ്, അക്ഷയോ എന്നോ മറ്റാണ് ഇവന്റെ പേര്. ഇവനുമായിട്ട് ഭയങ്കര പ്രണയ പരിവശയായിട്ടെന്നൊക്കെ പറയത്തില്ല, അതുപോലത്തെ ഒരു അഭിനയമൊക്കെയാണ് കേട്ടോ. എന്തായാലും കൊള്ളാം. അതുപോലെ തന്നെ ഇവര് രണ്ടുപേരും തന്നെ പറയുന്നുണ്ട് ഇവർ ഒരുമിച്ച് ഫ്ലാറ്റിൽ താമസിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അതായത് ഒരു നെഗറ്റീവ് വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരായിട്ട് തന്നെ അങ്ങ് ഇട്ട് തരുകയാണ് ഓരോ കാര്യങ്ങൾ. കാരണം ഇവക്ക് അറിയാം നെഗറ്റീവ് റീച്ചിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് നന്നായിട്ട് അറിയാം. അല്ലാതെ നല്ല രീതിയിലൊന്നും എന്തെങ്കിലും ചെയ്ത ഇവള് പച്ച പിടിക്കില്ല എന്ന് ഇവക്ക് നല്ലതായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വിവാദങ്ങൾ ഓളായിട്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ഇട്ട് തരുകയാണ്. ആൾക്കാർ വിമർശിക്കുന്നുണ്ട് കള്ളുകൂടിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പെണ്ണുങ്ങൾ കള്ളുപിടിച്ച എന്താ പ്രശ്നം അല്ലേ? കുടിക്കുന്നത് പെൺകുട്ടികൾ ഇപ്പത്തെ ജനറേഷനിൽ ആൺകുട്ടികളും കുടിക്കാത്ത പെൺകുട്ടികളും കുടിക്കാറ്. ഏത് സോറി പറയാ നമ്മുടെ അച്ഛന്മാരെ നല്ല അടി അടിക്കണം. പിന്നെയാണ് പിന്നെയാണ് ഞാൻ എപ്പോഴും കഴിക്കാറുണ്ടെന്നല്ല പറഞ്ഞത്. ഇടയ്ക്ക് ഒരു തവണ വീഡിയോ കോൾ ചെയ്യണത് മാത്രം ഈ അമ്മമാരെ പ്രേക്ഷകർ കൂടുതലേ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അംഗീകരിച്ചാൽ മതി, അമ്മമാർക്ക് അറിയാം. അത് ഓരോ ആൾക്കാർക്ക് ഓരോ ഇഷ്ടം ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ തന്നെ കുടിക്കുന്ന ആൾക്കാരുണ്ട്, കുടിക്കാത്ത ആൾക്കാരുണ്ട്.
എന്തായാലും ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന അമ്മമാരും സ്ത്രീകളും ഒക്കെ കേട്ടോളൂ, ഇവള് നന്നായിട്ട് മദ്യപിക്കുമെന്ന്. ഇവള് തന്നെ വന്ന് പറഞ്ഞതാണ്, നമ്മളാരും പറഞ്ഞുണ്ടാക്കിയതല്ല. ഇവള് തന്നെ അല്ലെ മീഡിയക്കാരോട് പറഞ്ഞതാണ്, ഞാൻ മദ്യപിക്കാറുണ്ട്, ഞാൻ മാജിക് മൊമെന്റ് ആണ് കഴിക്കുന്നത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ കൂടെ നിൽക്കുന്ന ഒരു വേട്ടാവളിയനുണ്ടല്ലോ പ്രതീഷ്, അവനും പറയുന്ന കേട്ടില്ല, ഇപ്പോഴത്തെ ജനറേഷനിൽ ആണുങ്ങളും മദ്യപിക്കും പെണ്ണുങ്ങളും മദ്യപിക്കും, ഇവന്റെ ഭാര്യയാണ് ഇതുപോലെ കുടിക്കുന്നതെങ്കിൽ ഇവൻ അംഗീകരിക്കുമോ, അല്ല ഇവന്റെ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ കുടിക്കാറുണ്ടോ? അത് ഇച്ചിരി പാടാണല്ലേ, കാരണം നമ്മുടെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കണം. ഇപ്പൊ രേണുസുതി എന്ന് പറയുമ്പോഴത്തേക്കും അതായത് രേണു ചേച്ചി കുടിക്കുന്നതിൽ എന്താ തെറ്റെന്താ, ഇപ്പൊ അങ്ങനെയല്ലേ, ഈ പറയുന്നവന്റെ ഭാര്യ കുടിക്കുവാണെങ്കിൽ ഇവൻ അംഗീകരിക്കുവോ? എന്നിട്ട് ഇവള് പറയുന്ന കേട്ടില്ലേ, മീഡിയക്കാർ ചോദിക്കുന്നു, രേണുവിന് ഇഷ്ടപ്പെടുന്ന അമ്മമാരൊന്നും രേണു മദ്യപിക്കുന്നതിനോട് താല്പര്യം ഇല്ല എന്ന് പറയുമ്പോൾ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ രേണു പറയുന്ന കേട്ടില്ല, അംഗീകരിക്കാവുന്നവർ അംഗീകരിച്ചാൽ മതിയെന്ന്. ഒരു വിധവ കാണിച്ചു കൂട്ടുന്ന പരിപാടികളാണ്. ഭർത്താവ് മരിച്ച് 2 വർഷം പോലും തികഞ്ഞിട്ടില്ല, ആ ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടുന്നതും പോരാഞ്ഞിട്ട് മദ്യപാനം ഉണ്ടെന്ന് ഇപ്പോഴും ഇവളെ തൂക്കി തലേ വെച്ചുകൊണ്ട് നടക്കുന്ന ഊളകളോട് എന്ത് പറയാനാണ്? അഴിഞ്ഞാടിയാണ് ഇവൾ നടക്കുന്നത്, ജീവിക്കുന്നത്, കിട്ടുന്ന പൈസയ്ക്ക് മദ്യപിക്കുന്നു, ആർഭാട ജീവിതമാണ് ഇപ്പോൾ ഇവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് ഇവൾ അന്തസ്സുള്ളവളാണെങ്കിൽ ഇവക്ക് നല്ല രീതിയിൽ വരുമാനമുണ്ട്, കുറച്ച് സ്ഥലം മേടിച്ച് ഒരു വീട് വെച്ച് അന്തസ്സായിട്ട് അവൾ അതിനകത്ത് കയറി കിടന്ന് കാണിക്കും. അല്ലാതെ വല്ലവരുടെ ഔദാര്യത്തിൽ കിട്ടിയ വീട്ടിൽ കയറി കിടന്നുകൊണ്ട് ആ വീട് കൊടുത്തവരെയും അത് വെച്ചു കൊടുത്തവരെയൊക്കെ അനാവശ്യം പറയുക, വൃത്തികേട് പറയുക. വാടക വീട്ടിൽ കിടന്ന് അവളാണ്, അവൾക്ക് അവളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം അവളുടെ മക്കൾക്ക് 2 കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ കൂടെ ചേർന്നിട്ട് വീട് വെച്ച് കൊടുക്കുന്നു, ഒരു ബിഷപ്പ് സ്ഥലം നൽകുന്നു, എല്ലാം സ്വീകരിച്ചിട്ട് അവരെല്ലാം വൃത്തികേട് പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ അവൾ വലിയ താരമാണെന്നാണ് അവൾ സ്വയം പ്രഖ്യാപിക്കുന്നത്, സെലിബ്രിറ്റി ആണെന്ന്. കേരളത്തില് ലൈം ലൈറ്റ് നിൽക്കുന്ന ഒരേ ഒരു ആളല്ലേ ഞാൻ. എന്നെ വെച്ചിട്ട് വിവാദം ഉണ്ടാക്കട്ടെ, അവർക്ക് നല്ല വരുമാനം ഉണ്ടാകട്ടെ. സോ ഹാപ്പി. പുതിയ പുതിയ വ്ളോഗേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ? ആ രേണുസുതി, ഞാൻ ഇന്ന് നോക്കി എനിക്ക് ചിരിയും കൂടെ വന്ന്, ഏതോ ഒരു സ്ത്രീ, അവരാരാ എന്താണെന്ന് പോലും എനിക്കറിയാം. രേണുസുതിനെ കണ്ടന്റിട്ടൊക്കെ തകർക്കുക. വ്യൂസ് നോക്കിയപ്പോ 3.6K ഒക്കെ ആയി ഒരു ഇത്ര മിനിറ്റ് കൊണ്ട്. ആക്ച്വലി അവരൊക്കെ വലിയ ബ്ലോഗർ ആകട്ടെ, എന്റെ പേര് വെച്ചിട്ട് തൊഴിലുറപ്പിന് പോകാൻ വേണ്ടി, എന്റെ ഒരു ഹെൽത്ത് വെച്ചിട്ട് എനിക്ക് തൊഴിലുറപ്പിനൊന്നും പോകാൻ ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയാവുന്ന പണി ചെയ്ത് കുടുംബമൊക്കെ നോക്കുന്നു. പിന്നെ കുറ്റം പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും, അത് എന്നെ വെച്ചിട്ട് അവർ കാശുണ്ടാക്കുന്നതല്ലേ. റീച്ച് ഇല്ലാത്ത കുറെ എണ്ണം എന്നെ വെച്ചിട്ട് പറഞ്ഞ് നെഗറ്റീവും എന്നെ ഇട്ട് വാരി ഇറക്കി കഴിഞ്ഞാൽ ഇപ്പൊ മുഴുവനും അതാവും. മുക്കിലും മൂലയിലും അല്ല രേണുസുതിയുടെ നെഗറ്റീവ് കണ്ടന്റ് ഇങ്ങനെ പൊങ്ങി ഓരോരുത്തർ അതാണ് ഇപ്പൊ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല, ഞാനിതിനെ അവർക്കൊരു വ്യൂസ് കൊടുക്കുന്നത്. സോ മുക്കിന് മൂലയിൽ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്നവരോട് ഞാൻ എന്ത് പറയാനാണ്? അവരെന്നെ വെച്ചിട്ട് കാശുണ്ടാക്കുന്നു, അവര് എന്താ പറയാ ആഹാരം കഴിക്കുന്നു. സന്തോഷം. കേട്ടല്ലോ, സ്വയം പ്രഖ്യാപിത സെലിബ്രിറ്റി ആണ്. ഞാനല്ലേ ഇപ്പൊ കേരളത്തിൽ ലൈം ലൈനിൽ നിൽക്കുന്ന ഒരാള്, മുക്കിലും മൂലയിലും ആൾക്കാർ എന്നെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുവാണെന്ന്. ഈ രേണുസുതിയുടെ വീഡിയോ ഇടുമ്പോൾ ശരിയാണ്, നല്ല റീച്ച് തന്നെയാണ്. അത് ഇവളോടുള്ള ഇഷ്ടം കൊണ്ടല്ല ആൾക്കാർ കാണുന്നത്. ഇവളെ ആരെങ്കിലും ഇവളുടെ വിമർശിക്കുന്നതും അല്ലെ ഇവളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നത് കേൾക്കാനായിട്ട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇവളുടെ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും നെഗറ്റീവ് വീഡിയോസിനാണ് കൂടുതൽ റീച്ച്. അല്ലാതെ ഇവളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നവർക്ക് പോലും നല്ല റീച്ച് ഇല്ല. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ഇവളെ 2 എണ്ണം ആൾക്കാർക്ക് പറയണം, അല്ലെങ്കിൽ ആരെങ്കിലും ഇവളെക്കുറിച്ച് പറയുന്നത് നെഗറ്റീവ് പറയുന്നത് കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ആരും ഇവളെക്കുറിച്ച് ഇല്ലാത്ത ഒന്നും പറഞ്ഞുണ്ടാക്കുന്നില്ല. ഇവളായിട്ട് ഓരോരോ വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്നു, നമ്മൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നു. അല്ലാതെ ഇവള് നല്ലത് ചെയ്താൽ നല്ലതെന്ന് തന്നെ നമ്മൾ പറയും. പക്ഷെ ഇവള് നല്ലതൊന്നും ചെയ്യുന്നില്ല. ഇവള് അഴിഞ്ഞാട്ടവും ഓരോ ആണുങ്ങളുടെ തോളെ കയറി നടക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, മാജിക് മൊമെന്റ് അടിക്കുന്നു. അതൊക്കെ വലിയ കാര്യമാണല്ലോ. അതൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇവളെന്നീ അഴിഞ്ഞാട്ടം നിർത്തുന്നോ അന്ന് നമ്മൾ ഇവളെക്കുറിച്ച് പറയുന്നത് നിർത്തും.